നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മണ്ണുത്തി മുല്ലക്കരയിൽ 50 ഗ്രാം MDMA-യുമായി 2 പേർ എക്സൈസിന്റെ പിടിയിലായി. ഒല്ലൂക്കര സ്വദേശി സിൻഡോ ആന്റണി, മുഹമ്മദ് ഷഫീർ എന്നിവരാണ് പിടിയിലായത്. വരവൂരിൽ മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തം. പ്ലാന്റിനെതിരെ യുവാവിന്റെ ആത്മഹത്യാശ്രമം. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ആദൂർ സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ദേശീയപാത ചന്ദ്രാപ്പിനിയിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്നും പൂനെയിലേക്ക് പ്ലൈവുഡുമായി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ഡ്രൈവർ കൊല്ലം സ്വദേശി അനന്തവും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നവരാത്രിയോടനുബന്ധിച്ചുള്ള പൂജവെപ്പ് തുടങ്ങി. വിജയദശമി ദിനത്തിലെ വിദ്യാരംഭത്തിനായി ക്ഷേത്രങ്ങളിലടക്കം വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. മായന്നൂർ കൂട്ടിൽമുക്ക് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ചണ്ഡികാ ഹോമം നടന്നു. രാമസ്വാമി ശർമാജി ചണ്ഡികാ ഹോമത്തിന് മുഖ്യ കാർമ്മികനായി. വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം നൃത്തമണ്ഡപത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങിയ നൃത്തം ശ്രദ്ധേയമായി. എങ്ങങ്കാട് ശ്രീ ദുർഗ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികളാണ് നൃത്തം അവതരിപ്പിച്ചത്. ഗുരുവായൂർ താമരയൂരിൽ 3 വീടുകളിലും ക്ഷേത്രത്തിലും മോഷണശ്രമം. എടക്കളത്തൂർ ലോറൻസ്, വാരിജം മഹേഷ് ഗോപി, തൃശൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലും ഗുരുവായൂർ ദേവസ്വം കീഴടമായ താമരയൂർ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലുമാണ് മോഷണശ്രമം നടന്നത്. മലിനജലം ഇറിഗേഷൻ കനാലിലേക്ക് ഒഴുകുന്നുവെന്ന പരാതിയിൽ ആളൂരിലെ കല്ലട ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിന് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. പരിശോധനയിൽ പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ സാഹചര്യങ്ങൾ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. പെരിഞ്ഞനം ആറാട്ടുകടവ് സ്വദേശി കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ 57 വയസ്സുള്ള അജയനാണ് മരിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനമായി. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി അസിസ്റ്റന്റ് സർജൻമാരായ ഡോക്ടർ ജീന ജോസഫ്, ഡോക്ടർ മുഹമ്മദ് വഫാസ് എന്നിവരെ ചുമതല ഏർപ്പെടുത്തി ആശുപത്രി സൂപ്രണ്ട് ഉത്തരവിറക്കി. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നു. ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് ചികിത്സാർത്ഥം അവധിയെടുത്ത ശേഷമാണ് മമ്മൂട്ടി ബുധനാഴ്ച മുതൽ ഷൂട്ടിംഗ് സെറ്റിൽ എത്തുന്നത്. വോട്ടുകൾക്കെതിരെ AICCയുടെ ആഹ്വാനപ്രകാരമുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ വെള്ളാറ്റഞ്ഞൂർ തെക്ക് വാർഡിൽ പുനരുദ്ധാരണം നടത്തിയ പഴയങ്ങാടി കുളത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. വോട്ടുകൊള്ളയ്ക്കെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോടാലിയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം എരണയെഴുത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത് നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി പാർവതി സ്വയംവര ഘോഷയാത്ര നടന്നു. ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ, യജ്ഞാചാര്യൻ കിളിമാനൂർ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിക്കുളം പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. KCYM പൊങ്ങണംകാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെയർ ഡൊണേഷൻ ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പൊങ്ങണങ്ങാട് സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് തൃശൂർ അതിരൂപത KCYM ഡയറക്ടർ ഫാദർ സാജൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജീവധാര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണവും അടിയന്തര ഘട്ടങ്ങളിലെ പ്രഥമ ശുശ്രൂഷ പരിചരണ ക്ലാസും സംഘടിപ്പിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് KM ഗഫൂർ നേതൃത്വം നൽകി. വിരുപ്പാക്ക ജയ ഹിന്ദി വിദ്യാലയം 35ാമത് വാർഷികാഘോഷം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. SKSSF ചെമ്പോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. SKSSF വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി നൌഫൽ ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെൻസ് അസോസിയേഷന്റെ കുടുംബ സംഗമം DIG ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിൻഡോ ജോസ് കശീശ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭയിൽ PSC പഠന കേന്ദ്രം ആരംഭിച്ചു. പഠന കേന്ദ്രം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ കമ്മിറ്റി അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. മാള പഞ്ചായത്ത് വയോജന സൗഹൃദ മേള ആരംഭിച്ചു. മേളയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ബിന്ദു ബാബു നിർവഹിച്ചു. തൃശൂരിലെ മനഃശാസ്ത്ര വിദ്യാർത്ഥികളുടെ അറിവും പ്രായോഗിക പരിജ്ഞാനവും വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ തൃശൂർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫോറം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സൈക്കോളജിസ്റ്റ് പ്രൊഫസർ സൈക്കോ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ ചാനൽ ചർച്ചയിൽ വധഭീഷണി മുഴക്കിയ BJP നേതാവ് പ്രിന്റു മഹാദേവന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ പ്രിന്റു മഹാദേവനെതിരെ കേസെടുത്തു. പേരാമംഗലം പോലീസാണ് കേസെടുത്തത്. കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ, കൊലവിളി പ്രസംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് സംഗീതോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര താരം കൃഷ്ണ ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ തെക്കേമഠത്തിൽ ദുർഗാഷ്ടമി വാക്യാർത്ഥ സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ വി രാമകൃഷ്ണ ഭട്ട് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. കരിയന്നൂർ പുത്തൂർ വീട്ടിൽ വർഗീസിനാണ് പരിക്കേറ്റത്. തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗം ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് മേയർ MK വർഗീസ്. ജീവനക്കാരുടെ എതിർപ്പ് അംഗീകരിക്കുന്നുവെന്ന് മേയർ. അന്താരാഷ്ട്ര ഹൃദയ ദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ വാക്കത്തോണും സംഗമവും സംഘടിപ്പിച്ച തൃശൂർ കോർപ്പറേഷൻ. വാക്കത്തോൺ മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ചായപ്പൻകുഴി പീലാർമുഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനം നൽകി. നാട്ടുകാരുടെ 78 പരാതികൾ കോൺഗ്രസ് നേതാക്കൾ ഉദ്യോഗസ്ഥന് കൈമാറി. കേരളോത്സവം നടത്താത്ത പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം N അമൽരാജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി ക്യാമ്പയിന്റെ ഭാഗമായി AICC സംഘടിപ്പിക്കുന്ന ജനകീയ ഒപ്പുശേഖരണത്തിന് 6ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലിത്തറയിൽ തുടക്കം കുറിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് TA ശങ്കരന്റെ ഭവനത്തിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തോമസ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപനങ്ങളുടെ സ്ഥാപക ഡയറക്ടർ മോൺസിഞ്ഞോർ മാത്യു മുരിങ്ങാത്തേരിയുടെയും മുറിച്ചുണ്ട് ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ എഡൻ വാലയുടെയും സ്മരണാർത്ഥം ഒക്ടോബർ 4-ന് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മദർ തെരേസ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ശശി തരൂർ MP ഡോക്ടർ എഡൻ വാല സ്മാരക പ്രഭാഷണം നിർവഹിക്കും. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ സ്മരണാർത്ഥം KPCC വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സാഹിത്യ അവാർഡിന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ MN കാരശ്ശേരി അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. നവംബർ ആദ്യവാരം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. കുന്നംകുളം നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ ചകിരി സംസ്കരണ ബേബി ഫൈബർ ഗാർഡൻ പോട്ട് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. K രാധാകൃഷ്ണൻ MP യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ലോകസമാധാനത്തിനായി തൃശൂർ നഗരത്തിൽ പ്രാർത്ഥനായജ്ഞവും ശാന്തിയാത്രയും സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 600 സന്നദ്ധ പ്രവർത്തകർ പങ്കെടുക്കും. ഡോക്ടർ വിമി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 11ാം വാർഷികം ആഘോഷിച്ചു. പ്രസിഡന്റ് ഡോക്ടർ അരുൺ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ധർമ്മപ്രബോധന ട്രസ്റ്റും ഇയാൾ ശ്രീനാരായണ ഗുരു മന്ദിരവും ചേർന്ന സെമിനാർ സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ചു. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ 24ാമത് വാർഷിക പൊതുയോഗവും സിൽവർ ജൂബിലി ആഘോഷവും സംഘടിപ്പിച്ചു. ആളൂരിലെ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് മതിലകം ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷത വഹിച്ചു.
തൃശൂർ മോഡൽ ഗേൾസ് ഹൈസ്കൂളും URC അരണാട്ടുകരയും സംയുക്തമായി ഐലാബ് പാഠപുസ്തകങ്ങളുടെ വിതരണം നടത്തി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.